പുസ്തകം 20-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വേഗത്തിൽ. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത്, ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ആമേൻ. മനസ്സിലായോ നിങ്ങൾക്ക്? ആമേൻ. ഇവിടെ ഡിസ്പ്ലേ തെളിഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഒന്ന് ചേർന്നൊന്ന് വായിക്കാമോ? പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത്, ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. ആമേൻ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? രണ്ടുപേരുണ്ടെന്നിരിക്കട്ടെ. ഒരുത്തൻ ഭയപ്പെട്ടിരിക്കുന്നവനാ, മറ്റവൻ അല്പം ധൈര്യമുണ്ട്. പക്ഷെ ഈ ഭയമുള്ളവൻ ഈ ധൈര്യമുള്ളവന്റെ കൂടെ ധൈര്യം എന്ത് ചെയ്യും? ക്ഷയിപ്പിച്ചു കളയും, ഇല്ലാതാക്കി തീർക്കും. അതുകൊണ്ട് അവൻ ഇവനോട് കൂടെ പോകണ്ട. നീ വീട്ടിൽ പോയിക്കോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നീ മുഖാന്തരം അവനും എന്ത് ചെയ്യും? ഭയപ്പെട്ടു പോകും. നിനക്ക് പേടിയാ. നിനക്ക് അങ്ങോട്ട് പോകാൻ നിനക്ക് ധൈര്യമില്ല. പക്ഷേ നിന്നോട് കൂടെ ഉള്ളവന് ധൈര്യമുണ്ട്. പക്ഷെ നിന്റെ പേടി, നിന്റെ ഈ ഭയം മറ്റവന്റെ ധൈര്യത്തെ എന്ത് ചെയ്യും? ചോർത്തിക്കളയും. അത് നിമിത്തം സ്തോത്രം, നീ വീട്ടിലേക്ക് പോയിക്കോ. നീ പോയാൽ ശരിയാകത്തില്ല. അവിടെ യുദ്ധം ജയിക്കത്തില്ല. യുദ്ധത്തിൽ തോറ്റ് പലരും പിന്തിരിയുവാനിടയായിത്തീരും. ഭയവും അധൈര്യവും ഉള്ളവൻ എവിടേക്ക് പോകട്ടെ? വീട്ടിലേക്ക് പോകട്ടെ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ഒരു ദൈവം. കർത്താവിന്റെ ദാസനിലൂടെ കേട്ടു, പരിശുദ്ധ ആത്മാവിനെ തന്നിട്ടാണ് യേശു എന്ത് ചെയ്തത്? ഇവിടെ നിന്ന് വാനമേഘങ്ങളിൽ എടുക്കപ്പെടുവാനിടയായിത്തീർന്നത്. ഇത് പഴയ നിയമത്തിന്റെ ഒരു ചരിത്രമാണ്. പഴയ നിയമത്തിൽ യുദ്ധത്തിന് കടന്നു പോകുന്ന സമയത്ത് ധൈര്യമുള്ളവരെ മാത്രമേ യുദ്ധത്തിന് കൊണ്ടുപോകത്തുള്ളൂ. കേട്ടോ പ്രിയ മക്കളെ, ഈ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിലും ഒരു ധൈര്യം വേണം. ഹല്ലേലൂയ. ഇന്ന് ഈ വൈപ്പിൻ പട്ടണത്തിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷെ നമുക്കവരെ അറിയത്തില്ല. തൊട്ടടുത്ത് താമസിക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ മുഖപരിചയം, പലപ്പോഴും മുഖപരിചയമുള്ളവർ വേറെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ടാകും. അവന്റെ കയ്യിൽ ഈ ഒരു പുസ്തകം പോലും ഉണ്ടാകത്തില്ല, ഈ ഒരു ബൈബിൾ പോലും ഉണ്ടാകത്തില്ല. രഹസ്യത്തിലുള്ള ആരാധനകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാളെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വളപ്പ് വീടിന്റെ അടുത്തുള്ള ഒരു സഹോദരനെ കുറിച്ചാ. മറ്റൊരു സഭയിൽ വർഷിപ്പ് ലീഡറാ. പക്ഷെ പരിസരത്ത് ആർക്കും അറിയത്തില്ല. പരിസരത്ത് ആരും ഇദ്ദേഹം ഒരു ശുശ്രൂഷകനാണെന്നോ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലാണെന്നോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവനാണെന്നോ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് നീതിയാണോ? ഇത് ന്യായമാണോ? അവൻ ക്രിസ്ത്യാനിയാണോ? ആണോ പ്രിയ മക്കളെ? നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ദേശത്തിൽ, പട്ടണത്തിന്റെ നടുവിൽ, പരിസരവാസികളുടെ ഇടയിൽ, നമ്മുടെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നീ ഒരു ദൈവ പൈതലായിട്ട് തെളിയുവാൻ തക്ക വിധം ആ ഒരു ധൈര്യത്തിന്റെ ആത്മാവിനെ നീ പ്രാപിച്ചിരിക്കണം. ഈ സ്വന്തം ബന്ധങ്ങൾക്കൊക്കെ അറിയാതിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ. അതുകൊണ്ട് ആവശ്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് പോകും. ഇവർ ചെന്ന് കൂടുകയും ചെയ്യും. കാരണം അവർക്ക് എന്തല്ല, അവരറിഞ്ഞിട്ടില്ല. ഇവനൊരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവം പരസ്യമായിട്ട് വെളിപ്പെടണം. പരസ്യമായിട്ട് നീ യുദ്ധം ചെയ്യുന്നത് ലോകത്തിന്റെ ചില ശക്തികളോടാ, ദുഷ്ടാത്മ സേനയോടാ, വാഴ്ചയോടാ, അധികാരങ്ങളോടാ. അതിനോട് എതിർത്ത് നിൽക്കേണ്ടതിനാൽ ആത്മശക്തി ധരിച്ചുകൊണ്ട് ദേശത്തിന്റെ മധ്യത്തിൽ വെളിപ്പെടണം. ഭയവും ഭീരുത്വവും എടുത്തു മാറ്റണം. ഈ ഭയത്തോടെ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെല്ലാം സ്വർഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. പ്രതിസന്ധികൾ ഇട്ടുകൊണ്ട് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ആളുകളെ കാണുമ്പോൾ പേടിയാ. ഒരു സ്നാനപ്പെട്ടവനാണെന്ന് പറയാം, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ ആളുകളെ കാണുമ്പോൾ പേടിയാ. മുഖപരിചയക്കാരെ കാണുമ്പോൾ പേടിയാ. നീ എന്തിനാണ് സ്തോത്രം നാണം അല്ലെങ്കിൽ ലജ്ജ ധരിക്കുന്നത്? നിന്റെ യേശു ഈ ലോകത്തിൽ ഒരുപാട് ദേവന്മാരുണ്ട്, ഒരുപാട് പുണ്യവാളന്മാരുണ്ട്. അവിടെ കൂട്ടത്തിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിത്വമല്ല. അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനാണ്. സകല ചരാചരങ്ങൾ മുമ്പേ ഉള്ളവനാണ്. അവൻ ആൽഫയും ഒമേഗയുമാണ്, ആദ്യവും അന്ത്യവുമാണ്.
ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ യേശുവിനെ ഏതെങ്കിലും ഒരു ചോട്ടാൻ ദൈവങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്നതാണോ? ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച നിങ്ങളെ ഓർപ്പിച്ചായിരുന്നു. ആണോ പ്രിയ മക്കളെ? അല്ലെന്നേ. ഹല്ലേലൂയ. ഇവൻ മുഖാന്തരമാണ് സകലതും ഉളവായിക്കുന്നത്. ആമേൻ. ഇവനെ കൂടാതെ മറ്റൊന്നും ഉളവായിട്ടില്ല എന്ന് തിരുവചനത്തിൽ പറയുന്നു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും ഉളവായി എന്ന തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവനെ ആരാധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ എപ്രകാരം ആരാധിക്കണം? അവനെ സ്തുതിക്കുന്നവർ, അവനെ സേവിക്കുന്നവർ എപ്രകാരമായിരിക്കണം? ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരു ധൈര്യമുണ്ടാകണം. ഹല്ലേലൂയ. ഇവിടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാ. അമിസ്വതം നമുക്ക് യുദ്ധമുണ്ടോ? നമുക്ക് യുദ്ധസേവയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എന്നുണ്ട് ഇല്ല പ്രിയ മക്കളെ? അമിസ്വതം എന്നും നമുക്ക് യുദ്ധസേവ ഉണ്ടെന്നേ. അവൻ നിന്റെ ആത്മീക ജീവിതത്തെ തകർത്ത് കളയാൻ അനുദിനവും പൈശാചിക ശക്തി നിന്നോട് പോരാടുമെന്ന് അവനെ തിരിച്ചറിയുന്നവനാണ്. അവൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നവൻ, അതിനെ തിരിച്ചറിയുന്നവനാണ് ആത്മീക ജീവിതത്തിലെ പോരാളി. ആമേൻ. ചിലർക്ക് ഇതൊന്നും തിരിച്ചറിയുന്നില്ല. പിശാച് പോരടിക്കുന്നതോ വാദിക്കുന്നതോ അമ്മ പ്രവർത്തിക്കുന്നതോ ഒന്നും തിരിച്ചറിയുന്നില്ല. ചിലരുടെ മുമ്പിൽ മനുഷ്യൻ മാത്രമാണ് ദോഷക്കാരൻ. ഒരിക്കലും കേട്ടോ, അവനിൽ വ്യാപരിക്കുന്ന, അവനെ കൊണ്ട് നിനക്ക് ദോഷം വരുത്തുവാൻ ശ്രമിച്ച ഒരു ദുരാത്മാവുണ്ട്. അവനുമായിട്ടാകുന്ന നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യനല്ല പ്രിയ മക്കളെ. മനുഷ്യന്റെ ജീവിതത്തിൽ ബലഹീനതകൾ നേരിടുമ്പോൾ അവനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദുരാത്മാവുണ്ട്, ഒരു വാഴ്ചയുണ്ട്, ഒരു അധികാരമുണ്ട്. അതുമായിട്ടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അതിനെ നീ ജയിച്ചു തോപ്പിക്കണം. അതിനെ ജയിച്ചു തോൽപ്പിക്കണം. ഇവിടെ 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ഒരു യുദ്ധമാണ്. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിൽ അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. എന്ത് ചെയ്യരുത്? പേടിക്കരുത്. ഇന്നത്തെ ജനസമൂഹം ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരുടെ സംഖ്യയാണോ കൂടുതൽ? ആണോ? അല്ലെന്നേ. വിരലെണ്ണി നോക്കിയാൽ കൊച്ചു ജനമേ ഉള്ളൂ. സ്വതം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന പട്ടണത്തിൽ ചുറ്റുപാടിൽ ചിലപ്പോൾ നീ ഒരു ഒറ്റ കുടുംബമായിരിക്കാം. ആ ഒരു പഞ്ചായത്തിൽ നീ ഒരു ഒറ്റ കുടുംബമായിരിക്കാം. ആ ഒരു കോർപ്പറേഷൻ നീ ഒരു ഒറ്റ കുടുംബമായിരിക്കാം. ആ ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒറ്റ കുടുംബമായിരിക്കാം. പേടിക്കണ്ടെന്നേ. സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി നീ നേരിടുന്ന സമയത്ത് ഒറ്റക്കാണെന്ന് കരുതിക്കൊണ്ട് ഭയപ്പെടേണ്ട. യേശു നിന്നെ ബലപ്പെടുത്തുവാൻ കൂടെയുണ്ട്. അതെ. അപ്പോ നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിൽ അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. കേട്ടോ, ഇന്ന് പലർക്കും പേടിയുണ്ട്, ഭയമുണ്ട്. ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ കേട്ടോ, ചിലതിനോട് നമ്മൾ സ്വതം നോ പറയുന്ന സ്ഥാനത്ത് നോ പറഞ്ഞേക്കണം. ചിലതുമായിട്ട് ചങ്ങാത്തം കൂടരുത്. ദൈവഹിതമുള്ളത് മാത്രമായിട്ട് ചങ്ങാത്തം കൂടാവും. സ്വതം വിശ്വാസി അവിശ്വാസിയിൽ തമ്മിൽ ഇണയില്ല, പിണയം തീരുക, ചേരരുത്. ഒരു കോംപ്രമൈസും ഇല്ല. കേട്ടോ പ്രിയ മക്കളെ, സ്വതം നീ ഒരു ദൈവ പൈതല എന്നും പറയണം, ഞാനൊരു ദൈവത്തിന്റെ പൈതല. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു ദൈവത്തിന്റെ പൈതല. എനിക്ക് പ്രത്യേകം ഒരു പ്രമാണം കർത്താവ് തന്നിട്ടുണ്ട്. എസ്തേറിന്റെ പുസ്തകത്തിൽ ഈ ജാതിയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ന്യായപ്രമാണം നമ്മുടേത് പോലെയുള്ളതല്ല. അവർ ജാതികളുടെ ഇടയിൽ ചിന്നിച്ചിതറി പാർക്കുന്നു. അവരൊരു വിശുദ്ധ ജനമാണെന്നേ. വിശുദ്ധ ലോകം നിന്ദിക്കട്ടെ, ലോകം പരിഹസിക്കട്ടെ, നിനക്കും നിന്റെ കർത്താവിനും നിനക്കും നിന്റെ ദൈവത്തിനും ഒരു വേർതിരിവ് പരിശുദ്ധ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ആ ട്രാക്കിലൂടെ മാത്രമേ നിനക്ക് സഞ്ചരിക്കാൻ വ്യവസ്ഥയുള്ളൂ. എന്തും കെട്ടിപ്പിടിച്ചു പോകാനുള്ള ഒരു സാഹചര്യമൊന്നും സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തിന് അനുവദിക്കുന്നില്ല. അപ്പന്റെ മക്കള് ഒരിക്കല് ഒരു ചക്രവർത്തി, ആ ചക്രവർത്തിക്ക് ഒരു മകനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. കൊട്ടാരത്തിൽ വളരേണ്ടവനാ. പക്ഷേ ഈ ചെക്കൻ പുറത്ത് തെരുവുണ്ട്. ആ തെരുവില് സ്വന്തം ചെടിയിലും വെള്ളത്തിലും ഒക്കെ കളിക്കുന്ന കുട്ടികളോട് കൂടി കടന്നുപോയി കളിക്കാൻ ഇടയായിത്തീർന്നു. ഇവനെ പല ദിവസങ്ങൾ സ്തോത്രം ഇവനെ കൊട്ടാരത്തിൽ നാളെ ചെന്ന് വിളിച്ചാണ് അകത്ത് കൊണ്ടുവരുന്നത്. കൊച്ചിന്റെ ദുശാഠ്യം അവനെ ചെടിയിലും വെള്ളത്തിലും സ്വന്തം തെരുവിലുള്ള ആളുകളോട് കൂടി കളിക്കാൻ അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ അവന്റെ അപ്പൻ അവനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരുത്തി. സ്തോത്രം കുറച്ചധികം സമയം ശാന്തമാക്കി അവൻ ഇരുത്തിയിട്ട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ?
അവൻ പറഞ്ഞു, പയ്യൻ പറഞ്ഞു, അതെ, അപ്പൻ ഈ പട്ടണത്തിൽ, ഈ രാജ്യത്തിൽ ചക്രവർത്തിയാ. നീ ആരാണെന്ന് നിനക്കറിയാമോ? അതെ, അമ്മസ്വതം, ഞാൻ ചക്രവർത്തിയുടെ മകനാ. അങ്ങനെയെങ്കിൽ അപ്പന്റെ കാലം കഴിഞ്ഞാൽ അടുത്തത് നീ ആരായിത്തീരും? അപ്പനെ പോലെ തന്നെ അടുത്തൊരു ചക്രവർത്തിയായി മാറും. അങ്ങനെയെങ്കിൽ അമ്മസ്വതം, അതും നിനക്കും തമ്മിലൊരു വേർതിരിവുണ്ട്. അണത്തേരിവും നിനക്കും തമ്മിലൊരു വേർതിരിവുണ്ട്. ചെളിയും നിനക്കും തമ്മിലൊരു വേർതിരിവുണ്ട്. അമ്മേ സ്തോത്രം, നീ അങ്ങനെ വളരേണ്ടവനല്ല. കേട്ടോ പ്രിയ മക്കളെ, അമ്മേ സ്തോത്രം, ഭൂതങ്ങൾ അമ്മസ്വതം നിന്റെ ശാസനയാൽ പുറപ്പെട്ടു പോകണം. രോഗികൾ നീ കൈവെക്കുമ്പോൾ അവര് സൗഖ്യമുള്ളവരായി തീരണം. വിവിധ വീര്യപ്രവർത്തികൾ നിന്റെ കരത്തിന്റെ കീഴിൽ നടക്കണമെങ്കിൽ ലോകം പറയുന്നത് പോലെ നീ പറയരുത്. ലോകം സഞ്ചരിക്കുന്നത് പോലെ നീ സഞ്ചരിക്കരുത്. ലോകത്തിലുള്ള വ്യക്തിത്വങ്ങളെ പോലെ ജീവിക്കരുത്. നീ നിന്റെ അപ്പന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നീ ആരാന്നുള്ള തിരിച്ചറിവും ബോധവും നിന്റെ അകത്തളത്തിൽ സ്വരൂപിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ എല്ലാവരും ബുദ്ധിമുപദേശിക്കുകയാ. ക്രിസ്തുവിന്റെ തലയോളം അതിനല്ലേ ആക്കി വെച്ചിരിക്കുന്നത്? ആണോ? നമ്മുടെ അകത്തളത്തിൽ അതുപോലത്തെ ഒരു ആഗ്രഹമുണ്ടോ? തീഷ്ണമായ ഒരു ആഗ്രഹമുണ്ടോ? ഉണ്ടോ? യേശുവിനെ പോലെ, ഇല്ലേ? യേശുവിനെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ ജീവിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഉണ്ടെങ്കിൽ ഭയം ഉണ്ടാകത്തില്ല. കേട്ടോ, ഭയം മാറണം. ഇന്ന് പകൽക്കാലം ഭയം മാറ്റുന്നൊരു പകലാണ്. നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കിടക്കുന്ന ചില ഭയങ്ങളെ ഇടിച്ചു കളഞ്ഞുകൊണ്ട് ആത്മാവിൽ പുതുബലം തന്ന് നടത്തുവാൻ കഴിവുള്ളവൻ ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോ ഇതിന്റെ രണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കാം. രണ്ടാമത്തെ വാക്യം ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം. നിങ്ങൾ പടയേൽപ്പാൻ അടുക്കുമ്പോൾ പുരോഹിതൻ വന്ന ജനത്തോട് സംസാരിച്ച്, ഇസ്രായേലെ കേൾക്ക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു, അധൈര്യപ്പെടരുത്, പേടിക്കരുത്. ഇവിടെ ആര് പറയണം? ആ കാലഘട്ടത്തിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ചിലത് പറയാൻ ദൈവം ചിലരെ ആക്കിയിട്ടുണ്ട്. അവര് പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുമ്പോ നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശ്വാസം പൊങ്ങി വരും. ഇവിടെ ഒരു പുരോഹിതൻ വന്നിട്ട് ശത്രുക്കളോട് നിങ്ങൾ പടയേൽക്കാൻ വേണ്ടി യുദ്ധത്തിനായി പുറപ്പെടുന്ന സമയത്ത് ഒരു പുരോഹിതനെ ദൈവം നിയമിക്കുകയാണ്. എന്ത് ചെയ്യണം? നീ ജനത്തോട് പറയണം. എന്ത് പറയണം? ഇസ്രായേലെ കേൾക്ക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽപ്പാൻ അടുക്കുന്നു, അധൈര്യപ്പെടരുത്. രഥങ്ങളെ കാണുമ്പോൾ, കുതിരകളെ കാണുമ്പോൾ, നിങ്ങളിൽ വലിയ മല്ലന്മാരെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. ആര് കൂടെയുണ്ട്? കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടു, നമ്മൾ വായിച്ചു. സ്തോത്രം, ബാല്യക്കാരന്റെ കണ്ണ് തുറന്നപ്പോൾ അഗ്നിമയ രഥങ്ങളും അഗ്നി അശ്വങ്ങളും അവിടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അവൻ കണ്ടതുപോലെ എന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ വിളിച്ചു വേർതിരിച്ച ദൈവം നിന്നെ ഒറ്റക്കിട്ടിട്ട് കടന്നു പോകുന്നവനല്ല. ഏതു സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധിയിലും നിന്നോട് കൂടെ ഇരുന്ന് ബലത്തോടെ നടത്തുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. നീ ഒറ്റക്കല്ല. കുടുംബം ഒരുപക്ഷെ നിനക്ക് അനുകൂലമല്ലായിരിക്കാം. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ വ്യക്തിത്വങ്ങൾ നിന്നെ വിട്ട് അകന്നു പോയെന്നിരിക്കാം. പക്ഷെ യേശു എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. അന്ത്യത്തോളം, ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും കൂടെ ഇരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുന്ന ആ സർവശക്തനായ ദൈവം നിന്നെ ഒറ്റക്കിട്ടിട്ട് കിടന്നു പോകുന്നവനല്ല. ഏത് സാഹചര്യത്തിലും നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ വിടുവിച്ച് നടത്തുന്നത് ദൈവമാ. അപ്പോ ഈ പുരോഹിതൻ വന്നിട്ട് ഇവരെന്ത് ചെയ്യണം? ഇവരെന്തിനു പോകുക? യുദ്ധത്തിന് പോകുക. കേട്ടോ, സ്വന്തം ഇന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തേണ്ടതിനായി പരിശുദ്ധ ദൈവ വചനം നന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം നിങ്ങൾ യുദ്ധത്തിന് കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യരുത്? അധൈര്യപ്പെടരുത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? അധൈര്യപ്പെടരുത്. ധൈര്യത്തോടെ ഇരിക്കണം. ധൈര്യമുണ്ടോ? പട്ടണത്തിന്റെ മധ്യത്തിൽ ആരുമില്ലെങ്കിലും ഈ വിശുദ്ധ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ യേശുവിനെ ആരാധിക്കുന്നവനാ പറയാൻ എത്ര വ്യക്തിത്വങ്ങൾക്ക് ആംബിയറുണ്ട്. അന്ന് മുതൽ നിന്നിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം സാധ്യമായി എന്ന് വിശ്വസിക്കാം. ആമേൻ. അന്ന് മുതലേ നീ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിലായി തീരത്തുള്ളൂ. കർത്താവ് നിന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നത് അന്ന് മുതലാ. പാരസ്യമായിട്ട് അവന്റെ നാമത്തെ നീ ഉയർത്തുമ്പോൾ ക്രിസ്ത്യാനിയാണെന്ന് പക്ഷെ വീട്ടിൽ മാത്രമേ അറിയത്തുള്ളൂ.
പുറത്തൊരു മനുഷ്യനും അറിയത്തില്ല, പേടിയാ. അധൈര്യപ്പെടരുത്. നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ആമേശ്വതം എതിരിടുന്ന സമയം ആമേശ്വതം അധൈര്യപ്പെടരുത്, പേടിക്കരുത്, ഞടുങ്ങിപ്പോകരുത്, അവരെ കണ്ട് ഭ്രമിക്കുകയും അരുത്. എന്തെല്ലാം പദങ്ങളാണ് നോക്കിയേ. അധൈര്യപ്പെടരുത്, പേടിക്കരുത്, ഞടുങ്ങിപ്പോകരുത്, ഭ്രമിക്കരുത്. പ്രീസലോ, ധൈര്യത്തിന്റെ ആത്മാവിനെ അല്ലേ നമ്മളിൽ പകർന്ന് ഇരിക്കുന്നത് ഭീരുത്വത്തിന്റെ അല്ല. ആണോ? അല്ലെന്നേ, ധൈര്യത്തിന്റെ ആത്മാവിനെയാ. അപ്പോ ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ആദ്യം വേണ്ടത് അവന്റെ ഹൃദയത്തില് ധൈര്യമാണ്. അല്ലാത്ത ആൾക്കാരോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? വീട്ടിൽ പോയിക്കൊന്നു പറഞ്ഞു. എടാ, നിനക്കൊക്കെ പറ്റിയ പണിയല്ല വീട്ടിൽ ചെന്ന് കഞ്ഞിയും കറിയും വെക്കുക. അമേശ്വതം വീട്ടിൽ പാചകത്തില് മാതാപിതാക്കളെ അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ സഹായിച്ചു കൊടുക്കുക. നിനക്ക് പറ്റിയ പണി അതാ. അമേശ്വതം ഇതെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി ആംബിയർ വേണം. പുതിയ മക്കളെ, കുറച്ചു ധൈര്യം വേണം. ആത്മാവിന്റെ ഒരു ശക്തി നിന്റെ ജീവിതത്തിൽ കടന്നു വരണം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. എന്നാൽ മാത്രമേ യേശുവിന് വേണ്ടി നിനക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ? പേടിച്ചിരുന്ന യഹൂദന്മാരെ പേടിച്ചിരുന്ന നമ്മുടെ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. അമസ്വതനം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന സമയത്ത് കർത്താവായ യേശു അവരുടെ അടുക്കലേക്ക് ഒന്ന് ഇറങ്ങി വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു അവരുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അമേശ്വതം നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് യുവമാരെന്ത് ചെയ്തിരിക്കുക? പേടിച്ചിരിക്കുക. പേടിയാ, ഭയം. എങ്ങനെ മാറിയത്? ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. കേട്ടോ, ഇന്ന് ബലപ്പെട്ടിട്ട് ഇതിനകത്തുനിന്ന് പോകാവൂ. അമ്മ ബലപ്പെട്ടിട്ട് പോകാവൂ, ധൈര്യപ്പെട്ടിട്ട് പോകാവൂ. അവൻ ഭ്രമം മാറിയിട്ട് പോകാവൂ. അവൻ ഭയവും ഭീരുത്വവും നീങ്ങിയിട്ട് പോകാവൂ. അമ്മേ, ആ വാക്യം ഒന്ന് വായിക്കാം. അമ്മേ, സ്വന്തം യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് എന്ത് ചെയ്തിരിക്കുക? പേടിച്ചിരിക്കുക. ആരൊക്കെയാ ആൾക്കാര്? ശിഷ്യന്മാർ 11 പേര് ഭയപ്പെട്ടൊരു സ്ഥലത്തിരിക്കുകയാ. പുറത്തിറങ്ങിയ രക്ഷയില്ല. യേശുവിനെ ക്രൂശിച്ചതുപോലെ നമ്മയെ ക്രൂശിക്കാൻ ചാൻസ് ഉണ്ട്. യേശുവിനെ ക്രൂശിക്കാൻ ഞങ്ങളുടെ കണ്ണാലെ കണ്ടതാ. ഒന്ന് കുറയെ 40 അടി ശരീരത്തിൽ പതിഞ്ഞപ്പോൾ അവനെ കണ്ടിട്ട് ആളല്ല എന്ന് തോന്നി പോകത്തക്ക നിലവാരത്തിൽ അത്രക്ക് വിരൂപമായിരുന്നു. അതുപോലെ എനിക്കും ഭവിക്കും എന്ന് പേടിച്ചിട്ട് അമേശ്വതം യഹൂദന്മാരെ പേടിച്ചിട്ട് ഒരു മുറിക്കകത്തടച്ചിരുന്ന പത്രോസും കൂട്ടരും ആത്മാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിന്റെ ആത്മാവാണെന്നറിയാമോ? ധൈര്യത്തിന്റെ ആത്മാവ്. അമേശ്വതം 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് പറയുമ്പോൾ ആമേ ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ഞാൻ നിങ്ങളിൽ പകർന്നിരിക്കുന്നത്. അമേശ്വതം ഒന്ന് വായിച്ചു പ്രിയ മക്കളെ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അമേ സ്വതന്ത്രം. അമേ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സുബോധത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെ എത്രേ ഞാൻ നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നത്. അമേ സ്വതന്ത്രം. എന്തിന്റെ ആത്മാവിനല്ല എന്ന പേടിയുണ്ടോ? ലൂയിസ് ബ്രദർ തന്റെ സാക്ഷി എന്ന് പറഞ്ഞു. അമ്മ താൻ എന്നോട് പറഞ്ഞ പാസ്റ്റർ പ്രവർത്തനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എവിടെയാ പ്രവർത്തനം പാസ്റ്റേ? അമ്മ സ്വന്തം. ഞാൻ പറഞ്ഞു നമുക്ക് പ്രവർത്തനത്തിൽ പോകാം. അമ്മ സ്വതന്ത്രം. വണ്ടി ഇറങ്ങി മെയിൻ റോഡിലേക്ക് വന്നപ്പോ എങ്ങാടാ പോകുന്നത്? ഞാൻ പറഞ്ഞു ലൂയിസ് ബ്രദറിന്റെ വീടിന്റെ അടുത്തോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. താൻ അന്ന് പറഞ്ഞ കാര്യം പലവട്ടം പറയാറുണ്ട്. അന്ന് തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിലൂടെ ഒരു ഇടിവാള് കയറിപ്പോയെന്നാണ് പറയുന്നത്. കാരണം അമേ സ്തോത്രം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നിട്ട് അധികം നാളുകളായിട്ടില്ല. ആ പട്ടണത്തിൽ നിന്ന് വീടിൻ്റെ തൊട്ടടുത്ത് നിന്ന് യേശുവിനെ ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്. ആമേ പിന്നീടുണ്ടായ കാര്യങ്ങളാണ് ഇവർ രണ്ടുപേരും സാക്ഷ്യം പറഞ്ഞത്. ആമേ എന്നെ കേൾക്കുന്ന പേടി ഉണ്ടായിരുന്നു,
ധൈര്യം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ധൈര്യപ്പെട്ടതാ, അന്ന് ബലപ്പെട്ടതാ. അമ്മ സ്വർഗത്തിലെ ദൈവം ഒരു ധൈര്യം കൊടുക്കേണ്ടതിനായി എവിടെയാണ് താൻ ഭീരുത്വമായി നിന്നത്, എവിടെയാണ് താൻ ഭയപ്പെട്ടു പോയത്, ആ ഭയത്തെ നീക്കേണ്ടതിനായി അവിടെ തന്നെ കൊണ്ട് ചെന്ന് സർവശക്തനായ ദൈവം ഉറപ്പിക്കുവാനിടയായി തീർന്നു. നീ അവിടെ ബലപ്പെടണം, നീ അവിടെ ശക്തിപ്പെടണം, നീ അവിടെ ധൈര്യപ്പെടണം. അമ്മേ, നമ്മൾ ഏതിനോട് തോറ്റു പോകുന്നുവോ അതിന് നമ്മൾ അടിമയാ. സ്തോത്രം. അപ്പൊ ഈ ആത്മാവ് വന്നു. ഏതാത്മാവ്? ധൈര്യത്തിന്റെ ആത്മാവ് വന്നു, ശക്തിയുടെ ആത്മാവ് വന്നു. ആരുടെ മേൽ വന്നു? പത്രോസിന്റെ മേൽ വന്നു. 4-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ 2 പേര് നിൽക്കുകയാണ്. അവൻ ശക്തിയോടെ നിൽക്കുകയാണ്. അവന്മാരെ കണ്ടപ്പോൾ സ്വന്തം അവര് ഭയപ്പെട്ടു. ഇവിടെ പറയുന്നത് അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും യഹൂദന്മാരെ ഭയപ്പെട്ടിരുന്ന അപ്പോസ്തലന്മാരുടെ നിലവാരങ്ങൾക്ക് മാറ്റം വന്നു. യഹൂദന്മാരെ പേടിച്ച് മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരുന്ന അപ്പോസ്തലന്മാർ നിലവാരങ്ങൾക്ക് മാറ്റം വന്നു. ആത്മാവ് അവരുടെ മേൽ വന്നു. അവർ ശക്തി ധരിച്ചു, ധൈര്യത്തോടെ എഴുന്നേറ്റു. ആമേ. നമുക്ക് അസാധ്യമാ, മനുഷ്യന് അസാധ്യമാ, പക്ഷെ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് സാധ്യമാണെന്നേ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ആത്മാവിന്റെ അളവിലേക്ക്? ഇത് പോരാ കർത്താവ്, ഇത് പോരാ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ കഴിയാത്ത ഒരു ജീവജല നദിയിലേക്ക് എന്നെ ഒന്ന് ഇറക്കണമേ. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവര് പത്രോസിന്റെയും യോഹന്നാന്റെയും ഇവർക്ക് എന്തു വന്നു? ഇത് വരുത്തി കൊടുക്കുന്ന സാധനമാണോ? ഒരുത്തൻ കൂടെ വന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വായിച്ചത്. ഭീരുത്വത്തിന്റെ അല്ല. സ്തോത്രം. ചില പ്രതിസന്ധികളൊക്കെ പിശാച് ജീവിതത്തിൽ കൊണ്ടുവന്നിടും. രോഗമാകാം, മാനസിക വ്യതയാകാം. ഇവിടെ ഞെട്ടിപ്പിക്കും നമ്മളെ. വചനം പറയുന്നത് പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി. സിംഹമാണോ? പേടിപ്പിക്കുകയാ കുഞ്ഞെ. എന്റെ ജീവിതത്തിൽ നിന്ന് മുന്നിലേക്ക് വിടാതെ വണ്ണം അവൻ ശത്രുവായവൻ നിന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ധൈര്യത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന നീ അതിന്റെ മുകളിൽ ചവിട്ടിക്കൊണ്ട് ആ ശക്തിയെ നിർവീര്യമാക്കിക്കൊണ്ട് ഇന്ന് പകലിൽ ഒന്ന് എഴുന്നേൽക്കട്ടെ. യേശു കൂടെ ഉണ്ടോ? പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടോ? എത്ര പേര് ഹല്ലേലൂയ ശക്തിപ്പെടണം. ഭയമുണ്ടോ? ഏതെങ്കിലും വ്യക്തികളെ കാണുമ്പോൾ ഫോൺ എടുത്തുകൊണ്ട് ശബ്ദത്തിലൊരു സ്തോത്രം പോലും ചെയ്യത്തില്ല. ചുറ്റുപാട് ആരെങ്കിലും ഒക്കെ ഉണ്ടാ നോക്കും, അല്ലെങ്കിൽ ഒളിച്ച് എവിടെങ്കിലും പോകും. ആരെങ്കിലും കേട്ട നാണക്കേടാ. ഇപ്പൊ കോള് വരികയാണെന്നിരിക്കട്ടെ, കോള് കണ്ടു, പ്രൈസലോട് സ്തോത്രം പറയേണ്ട ആളാണെങ്കിൽ ആ കോൾ അവിടെ വെച്ച് എടുക്കാതെ വേറെ ഏതെങ്കിലും മൂലക്ക് പോയിട്ട് വിളിക്കും, തിരക്കായിരുന്നു, ആമേൻ, എന്നിട്ട് പ്രൈസലോട് സ്തോത്രമൊക്കെ പറയും, എന്നിട്ട് വരും. ഏതാത്മാവാ? ഭീരുത്വത്തിന്റെ ആത്മാവാ. ഈ ആത്മാവ് ധൈര്യത്തിന്റെ ആത്മാവല്ല. ധൈര്യത്തിന്റെ ആത്മാവുള്ളവന് അമേശ്വത പട്ടണത്തിൽ പ്രേമം വെളിപ്പെട്ടു വരും. ധൈര്യത്തിന്റെ ആത്മാവുള്ളവന് ദേശത്തിന്റെ മധ്യത്തിൽ വെളിപ്പെട്ടു വരും. ധൈര്യത്തിന്റെ ആത്മാവിനുള്ളവന് അമേശ്വതം അധികാരികൾക്ക് മുമ്പാകെ വെളിപ്പെട്ടു വരും. യഹൂദന്മാരെ കണ്ട് പേടിച്ച് മുറിക്കകത്തിരുന്നവന്മാരാ ഇപ്പൊ എവിടേക്കാ? അമേശ്വതം അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. വേറൊരു മുക്കുവൻ, വേറൊരു മത്സ്യത്തൊഴിലാളി, വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവൻ, കുലമഹിമ പറയാൻ കഴിയാത്തവൻ. അമേശ്വത ആത്മാവ് വന്നപ്പോ അവന്റെ നിലവാരം മാറിയെന്ന് അവൻ ശക്തിയോടെ എഴുന്നേൽപ്പനിടയായി തീർന്നു. പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന തിരുവഴുത്തിൽ കാണുവാൻ സാധിക്കുന്നത് നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയല്ല നിന്നെ ശക്തനാക്കി മാറ്റുന്നത്, നിന്റെ മേൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കുന്നത്. ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നവരാണോ? ഭയപ്പെടരുത്. നിനക്ക് ആ വിഷയത്തെ അതിജീവിക്കാൻ കഴിയും.
ഹല്ലേലൂയ. നിനക്ക് ആ വിഷയത്തെ എന്ത് ചെയ്യാൻ പറ്റും? അതിജീവിക്കാൻ കഴിയും കേട്ടോ. ആമേൻ സ്തോത്രം. നിന്നെ ആ വിഷയത്തിന് അപ്പുറത്തേക്ക് വിട്ടാൽ നീ ഉയരുമെന്ന് കാണുന്ന ശത്രുവാണ് നിന്നെ ആ വിഷയത്തിന്റെ മധ്യത്തിൽ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് പകലിൽ ദൈവം ചില നിർമ്മിത മതിലുകളെ പൊളിച്ചു കളയുകയാണ്. ദൈവജനത്തിനെതിരെ കെട്ടിവെച്ചിരിക്കുന്ന ചില വേലിക്കെട്ടുകളെ ചവിട്ടിക്കളഞ്ഞുകൊണ്ട് ആത്മാവിന്റെ ശക്തിയോടെ പരിശുദ്ധ ദൈവം ചിലതിനെ പുറത്തെടുക്കാൻ പോകുകയാ. ഈ വ്യാഴാഴ്ച ദിവസങ്ങളില്, ചൊവ്വാഴ്ച ദിവസങ്ങളില്, ബുധനാഴ്ച ദിവസങ്ങളിൽ, ഞായറാഴ്ച ബലഹീനതയാ. എന്നാൽ ചൊവ്വാഴ്ച മീറ്റിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ തിങ്കളാഴ്ച എനർജിയാ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണം. വെള്ളിയാഴ്ച ദിവസം ഡബിൾ സ്ട്രോങ്ങാ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണം. പക്ഷെ മീറ്റിംഗ് ഉള്ള ദിവസം തളർന്ന് തകർന്ന് ബലഹീനതയാ. സ്തോത്രം. ഹല്ലേലൂയ. നീ മുന്നിലേക്ക് പോകാതിരിക്കാൻ ശത്രു വെക്കുന്ന വെല്ലുവിളികളാ. നീ അതിനെ എന്ത് ചെയ്യണം? ജയിക്കണം. ഇന്ന് ഇപ്പോൾ ഈ സെക്കൻഡിൽ അന്നൊരു ജയം കൽപ്പിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഇന്ന് പകലിൽ നിന്റെ മേൽ ആവസിക്കുകയാണ്. ആ ശക്തി ധരിച്ചുകൊണ്ട് നീ ഒന്ന് എഴുന്നേൽക്കട്ടെ. നമുക്ക് പോരാട്ടമുള്ളത് രക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപത്യങ്ങളോട്, ലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോട്. പലർക്കും പ്രവർത്തനത്തിനൊക്കെ വരാനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പേടിയുണ്ട്. ഇവരെ ദൈവം കൊണ്ടുപോകത്തില്ല. കൊണ്ടുപോകോ? നീ പേടിച്ചാണ് പോകുന്നതെങ്കിൽ ആ ധൈര്യമുള്ളവനെയും കൂടി നീ എന്ത് ചെയ്യും? പേടിപ്പിക്കും. ആമേൻ സ്തോത്രം. ഇവിടെ ഈ വാക്യം കൂടി വായിച്ചുകൊണ്ട് വേഗത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് പോകണം. ഇവിടെ ആമേൻ സ്തോത്രം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. പത്രോസ് 11 പേരോടും കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്. പതിയൊന്നുമല്ല, ചാർജായി. യഹൂദന്മാരെ പേടിച്ചൊരു ഭാഗത്ത് ഒളിച്ചിരുന്നവനാ. ഇപ്പൊ നോക്കുമ്പോ ശക്തിയോടെ നിൽക്കുകയാ. പ്രൈസ് ദി ലോർഡ്. 11 പേരുടെ കൂടെ അമേശ്വരം ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. മതി. അമേശ്വരം നിങ്ങൾക്ക് അറിയാലോ ചരിത്രമെല്ലാം. ഇവന്മാരെ പിടിച്ചു കെട്ടാൻ പറ്റിയില്ല. ലോകത്തെ പട്ടമേശ്വര ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ എവിടെയും വന്നോ എന്ന് ചോദിക്കത്തക്ക അളവിലേക്ക് അവരുടെ ശക്തി വർദ്ധിക്കുവാനിടയായി തീർന്നു. ആത്മാവിന്റെ പുതുബലം വർദ്ധിക്കുവാനിടയായി തീർന്നു. ദൈവകൃപ കൊണ്ടവനെ പൊതിഞ്ഞു പരിശുദ്ധാത്മാവ്. ആ ശക്തി തന്നെയല്ലേ നമ്മളിലും പകരപ്പെട്ടിരിക്കുന്നത്. അമസ്വതം. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ വേഗത്തിൽ. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്നും മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാറേ ജനത്തിൽ 20,000, അതായത് 22,000 പേർ മടങ്ങിപ്പോയി. 10,000 പേര് ശേഷിച്ചു. എത്ര ആൾക്കാർ പോയി? 32,000 പേരുണ്ടായിരുന്നു. ആളുകളൊക്കെ യുദ്ധത്തിന് വേണ്ടി സന്നദ്ധരായി വന്നിരിക്കുക. ഇങ്ങനെ ഒരു അമിശ്വതം പരസ്യം പ്രസിദ്ധമായപ്പോൾ 2/3 ഭാഗവും അതിനപ്പുറവും വീട്ടിൽ പോയി. കർത്താവ് പറഞ്ഞു വരണ്ട. അമേശ്വത്രം. ധൈര്യമുള്ളവർ മാത്രം വന്നാൽ മതി. അങ്ങനെ 22,000 പേര് പോയി. പിന്നെ ശേഷിച്ചത് 10,000 പേരാ. കർത്താവ് പറഞ്ഞു ഇവിടെയും ആള് കൂടുതലാണ്. 10,000 പേരെ കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളത്തിൽ വെച്ച് ഞാൻ അവരെ പരീക്ഷിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് എത്ര പേരെ തിരഞ്ഞെടുക്കണമെന്ന് പറയാം. അങ്ങനെ ഇവരെ വെള്ളത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അവിടെ ദൈവം കൊടുത്തിരുന്ന ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു. നായ നക്കി കുടിക്കും പോലെ നക്കി കുടിക്കുന്നവരെ വേർതിരിക്കുക, മുട്ടുകുത്തി കുനിഞ്ഞ് വെള്ളം കുടിക്കുന്നവരെയും വേർതിരിക്കുക. സമയത്തിന്റെ പരിമിതികളുണ്ടായി പറഞ്ഞു പോകുന്നതാ. ആമേശ്വത. അവിടെ നായ നക്കി കുടിക്കും പോലെ കുടിച്ച 300 പേരുണ്ടായിരുന്നു. എത്രയുണ്ടോ? 300. മൊത്തത്തിൽ എത്ര ഉണ്ടായിരുന്നു? 32,000 ഉണ്ടായിരുന്നു. 32,000 പേരിൽ നിന്ന് സെലക്ഷൻ ആയത് വെറും 300 പേരാ.
ആമേ കടൽക്കരയിലെ അസംഖ്യം മണൽത്തരികൾ പോലെ പരന്നു കിടക്കുന്ന ആമേ സ്വന്തം ശത്രു സൈന്യത്തെ തകർത്ത് കളയുവാൻ പരിശുദ്ധ ദൈവം ഉപയോഗിച്ചത് വെറും 300 പേരെയാണ്. അവൻ ഭൂരിപക്ഷത്തിലല്ല അവന്റെ കരം നീട്ടുന്നത്. ന്യൂനപക്ഷത്തിൽ ധൈര്യമുള്ളവനുണ്ടോ? അവനോടുകൂടെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി. ആമേ സ്വന്തം ധൈര്യമുള്ളവനാണോ? ഈ പട്ടണത്തിൽ നീ ഒരുത്തൻ മതി. ആമേ 300 പേരെ, വെറും 300 പേരെ കർത്താവ് എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. 6-ാം വാക്യം ഒന്ന് വായിച്ചോ. 6-ാം വാക്യം ഒന്ന് വായിച്ചേ. കൈ വായ്ക്കെ വെച്ച് നക്കിക്കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. യഹോവ ഗിദെയോനോട്, നക്കിക്കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താങ്കളുടെ സ്ഥലത്തേക്ക് പോകട്ടെ. വീട്ടിൽ പോയിക്കോ. അമ്മേ സഹോദരം, ഈ 300 എണ്ണത്തിനെ മാറ്റി നിർത്തിക്കോ. അവര് മതിയെന്ന് പറഞ്ഞു. സ്തോത്രം. ബാക്കി എല്ലാം എന്ത് ചെയ്തോട്ടെ? 22,000 നേരത്തെ പോയി. അമ്മേ സഹോദരം, ബാക്കി 9,000 അമ്മേ സഹോദരം 700 പേരും വിട്ടുപോയിക്കോന്ന് പറഞ്ഞു. 300 എണ്ണത്തിനെ മതി. പ്രൈസലോ. അതിനെ കൊണ്ടായിരുന്നു കർത്താവ് അത്ഭുതം ചെയ്തത്. കേട്ടോ പ്രിയമക്കളെ, യേശു അമസ്തോത്രം ഇന്നുള്ള പോലെ പെന്തക്കോസ്ത സഭകൾ, വിശ്വാസ സഭകളൊന്നും ഈ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ഇല്ല. അമസ്തോത്രം യേശു അവരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെട്ടപ്പോൾ ശേഷിച്ച 11 പേര് അമസ്തോത്രം എന്ത് ചെയ്യുമെന്നറിയത്തില്ല. ഭയവും ഭീതിയും പിടിച്ച അമസ്തോത്രം മുറിക്കകത്ത് ഒളിച്ചിരിക്കുകയാ. അവിടെയാ അമസ്തോത്രം ഇവരോട് പറഞ്ഞൊരു ദൂത് അവർക്ക് ഓർമ്മ വന്നത്. അമസ്തോത്രം, നിങ്ങൾ ശക്തി ലഭിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അതുകൊണ്ട് അമസ്തോത്രം ഇവിടം വിട്ട് വാങ്ങിപ്പോകണം, യെരൂശലേമിലേക്ക് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ ശക്തിപ്പെടുത്തുന്ന ഒരു ആത്മാവ് നിങ്ങളുടെ മേൽ വരുവാനിടയായി തീരും. അവൻ സകലത്തിലേക്കും നിങ്ങളെ ധൈര്യത്തോടെ നടത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇല്ല പ്രിയമക്കളെ, ആ ഒരു ശക്തി നമ്മൾ പ്രാപിച്ചിട്ടുണ്ട്. കേട്ടോ, ജോലിപ്പിക്കണം. എന്ത് ചെയ്യണം? ജോലിപ്പിക്കണം. ആ ശക്തി ജോലിച്ചു വരണം പ്രിയമക്കളെ. ഇത് പോരെന്ന് പറയണം. അപ്പ ഇത് പോരാ, ഇത് പോരാ, ഈ വിശ്വാസം പോരാ, ഈ ആത്മാവിന്റെ ശക്തി പോരാ. എന്നെ നിറച്ച് നടത്തുമാറാകണമേ, ആത്മാവിൽ നിന്ന് നിറച്ചെടുക്കുമാറാകണമേ. ആത്മപൂർണനായ ഒരു മനുഷ്യനാക്കി ദൈവനെ തീർത്തെടുക്കണമേ. കാരണം നമുക്ക് യുദ്ധമുണ്ട്. കേട്ടോ പ്രിയമക്കളെ, അമ്മേ സ്തോത്രം. യുദ്ധത്തിന് വേണ്ടി നീ സന്നദ്ധരായി ഇരിക്കണമെങ്കിൽ കർത്താവ് തന്നിരിക്കുന്ന ഒരു ധൈര്യം നിന്നിൽ വ്യാപരിക്കണം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്കാണ് നമുക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്ത് ലഭിക്കും എന്ന് പറഞ്ഞത്? ശക്തി ലഭിക്കും. നിങ്ങൾക്ക് എന്ത് കിട്ടും? ശക്തി കിട്ടും. ഒന്ന് വായിച്ച മോളെ. അപ്പോസ്തല പ്രവർത്തനം 1-ന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പൊ പിന്നെ ഒളിച്ചിരിക്കുന്നതോ, മറഞ്ഞിരിക്കുന്നത്, അത് ഏതാത്മാവാ? ഏതാത്മാവാ? പേടിയാണ്. പരസ്യമായിട്ട് ദേശത്തിന്റെ മധ്യത്തിൽ ചുറ്റുപാടുകളിൽ അമ്മ 2 ട്രാക്ടറുകൾ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ യേശുവിനെ സ്വീകരിച്ചെന്ന് പറയാനുള്ളൊരു ആംബിയർ എന്നെങ്കിലും നിന്റെ അകത്തളത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നീ ഒരു പ്രസംഗകനാകണമെന്നല്ല, നീ മരിച്ചവരെ ഉയർപ്പിക്കണമെന്നല്ല, ചുറ്റുപാടുകൾക്കൊരു സാക്ഷ്യമായി തീരത്തക്ക നിലവാരത്തിൽ ഞാൻ യേശുവിന്റെ മകനാ, ഞാൻ യേശുവിന്റെ മകളാ, അവനെയാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് പറയാനുള്ള ഒരു ആംബിയർ നിന്റെ അകത്തളത്തിൽ ഉണ്ടാകട്ടെ. ഭീരുത്വത്തിന്റെ അല്ലെന്നേ. ആമേ, അല്ലെന്നേ. സ്തോത്രം. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് എന്തു കിട്ടും? ശക്തി ലഭിക്കും. കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? ആമേ, സ്തോത്രം. ഇത് വർദ്ധിപ്പിക്കണം. പ്രൈസലോ. ആരോഗ്യത്തിൽ വരുന്ന ശക്തിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആമേ, സ്തോത്രം. നിന്റെ ബുദ്ധിക്കതീതമായ ഒരു ശക്തി. യേശുവിനെ തല്ലി തകർക്കുന്നത് കണ്ട അപ്പോസ്തലന്മാർ പലരും ഭയപ്പെട്ടും ഭീരുത്വവും നിറയുവാനിടയായി തീർന്നു. എന്നാൽ ഈ ശക്തി വന്നപ്പോ പത്രോസ് പറയുന്നത്, അരിമനാഥനായ യേശുവിനെ ക്രൂശിച്ചതുപോലെയല്ല, എന്നെ തലകീഴായി ക്രൂശിച്ചോ. അവനെ പോലെ മരിക്കാനല്ല, അതിനപ്പുറമായിട്ട് മരിക്കാൻ ഞാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയാണ്. യേശുവിനെ ക്രൂശിച്ചതുപോലെയല്ല, എന്നെ തലകീഴായി ക്രൂശിച്ചോ. ഇത് ഏത് ശക്തിയാ മക്കളെ? ഹല്ലേലൂയ. ആമേശ്വരം. എൻ്റെ ഗുരു, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം. ആമേശ്വരം. ഇവരെ ക്രൂശിക്കപ്പെട്ടതാ, പക്ഷെ അങ്ങനെ ക്രൂശിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. എന്നെ തല കീഴായിട്ട് ആമേശ്വരനെ ക്രൂശിച്ചു. അതിന് ഞാൻ സന്നദ്ധമാണ്, അതിന് ഞാൻ വെല്ലിങ്ങാണ്. ആ ശക്തി ഞാൻ പ്രാപിച്ചിരിക്കുന്നു. അറക്കവാള് കഴുത്തിന് വെക്കുമ്പോഴും
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ യാക്കോബിന്റെ ഹൃദയം സന്തോഷിക്കുകയാ. എടാ അവന് വേണ്ടി ഇത്രയും ചെയ്യാൻ കഴിഞ്ഞല്ലോ. ഹല്ലേലൂയ. ആമേൻ അറക്കവാള് കഴുത്തിന് വരുമ്പോഴും ആമേൻ കത്തിയോ കടാരയോ ആമേൻ നിന്റെ കഴുത്തിന് മീതെ വെക്കുമ്പോഴും ഹല്ലേലൂയ ഒരു ധൈര്യം, ഒരു ശക്തി ആത്മാവ് നിന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ ഒരു അളവിലേക്ക് കയറുക. ഇന്ന് പകലിൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ലോകത്തിന് വേണ്ടി മരിക്കുന്ന ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്, രക്തസാക്ഷികളായി തീരുന്ന അനേകരുണ്ട്. പ്രിയമക്കളെ, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ നീ തയ്യാറാണോ? അത് തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് അവന്റെ നാമത്തിന് വേണ്ടി, അവന്റെ രാജ്യത്തിന് വേണ്ടി, അവന്റെ മഹത്വത്തിന് വേണ്ടി എത്ര പേരൊരിക്കപ്പെടും? അപ്പന്റെ നാമത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അങ്ങനത്തെ ഒരു ധൈര്യം നിന്നിൽ ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. നിന്റെ നിയന്ത്രണം ദൈവാത്മാവ് ഏറ്റെടുക്കുക. എനിക്കറിയത്തില്ല പ്രിയമക്കളെ, ഒരു ആത്മാവിന്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഒരാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ചിലതിന്റെ അകത്തളത്തിൽ തീ കത്തുന്നുണ്ട്. ചിലതിന് അടങ്ങിയിരിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ ആത്മാവ് ചിലതിനെ ബലപ്പെടുത്തുന്നുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയത്തിന്റെ പരിമിതി. ആമേൻ. കേൾക്കാം. എന്ത് ലഭിക്കുമെന്ന് ശക്തി കിട്ടും. അപ്പൊ യുദ്ധത്തിന് വേണ്ടി 32,000 പേര് വന്നു. അവരോട് പറഞ്ഞു, ആമേൻ സ്തോത്രം, വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞു. 300 പേരെ തിരഞ്ഞെടുത്തു. മതിയായിരുന്നു. ഒരു വലിയ സൈന്യത്തെ തകർത്ത് കളയാൻ അധികാരമുള്ള ശക്തിയുള്ള 300 മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. ഇന്ന് ഇതിൻ്റെ അകത്ത് എത്ര പേരുണ്ടെന്ന് സ്വർഗത്തിലെ ദൈവം ചോദിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ചിലതിന്റെ മുമ്പിൽ വന്നുകൊണ്ട് സെലക്ട് ചെയ്യുകയാ. നീ എന്തിനാ ഭാരപ്പെടുന്ന കുഞ്ഞെ? നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ സേവിക്കുന്ന ദൈവം ഏതെങ്കിലും ചോട്ടാ ദൈവങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നവനാണോ? ആണോ? ആണോ? പ്രൈസ് ദി ലോർഡ്. അവനെ പോലെ വേറൊരു ദൈവമില്ലെന്ന്, ഇവനെ പോലെ വേറൊരു ദൈവമില്ലെന്ന്. മറ്റൊരുത്തരിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ അവൻ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം, അത് നമ്മുടെ യേശുവിന്റെ നാമമാണ്. അവനെ പോലെ വേറൊരു ദൈവമില്ല. ശക്തി ലഭിച്ച അപ്പോസ്തലന്മാർ ഇവരെ നിന്നു. പലരും ഞെട്ടി. ആമേശ്വര കാലഘട്ടത്തിലെ പ്രഭുക്കന്മാർ, പ്രമാണിമാർ മുഴുവനും മുട്ടുമടക്കി. എടാ, ഇവന്മാരാ മുക്കുവന്മാരായിരിക്കുന്ന ആമേശ്വര ഗലീല കടൽ പുറത്തുള്ള ടീമല്ലേ? അതേന്നെ. ഇവന്മാർക്ക് ധൈര്യം ആര് കൊടുത്തു? ഇവന്മാർക്ക് ധൈര്യം ആര് കൊടുത്തു? അധികാരികൾ ഇവരുടെ പക്ഷത്തല്ല. ആമേ പ്രഭുക്കന്മാരുടെ പക്ഷത്തല്ല, രാജാക്കന്മാരുടെ പക്ഷത്തല്ല, സമ്പന്നന്മാരുടെ പക്ഷത്തല്ല. വെറും ഒന്നുമില്ലാത്ത ദരിദ്രരായ കൂട്ടരാ. ഇവർക്ക് എവിടുന്ന ഈ ശക്തി കിട്ടിയത്? ശക്തി കിട്ടിയത് ആമേശ്വര ഉന്നതത്തിൽ നിന്നാണ്. ശക്തി കൊടുത്തത് സർവശക്തനായ ദൈവമാണ്. മാനുഷികമായ ബലമല്ല പ്രിയമക്കളെ, ആത്മാവിന്റെ ഒരു ബലം സർവശക്തനായ ദൈവം തന്റെ ജീവിതത്തിന്മേൽ പകർന്നപ്പോൾ പത്രോസും യോഹന്നാനും യാക്കോബും അന്ത്രയോസും അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവരെ പട്ടണം മുട്ടുമടക്കുകയാ. ആമേൻ. നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കും കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കും. നീയും ശാസിക്കുമ്പോൾ ഭൂതം വിട്ടുപോകും. നീയും കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നിന്നെ കണ്ട് പട്ടണം ഭയപ്പെടുവാൻ ഇടയായി തീരും. ഈ ശക്തി ഇവന് എവിടെ നിന്ന് ലഭിച്ചു? ഈ ശക്തി ഇവൾക്ക് എവിടെ നിന്ന് ലഭിച്ചു? ആമേൻ. ഭയപ്പെടുത്തില്ലേ? ഭയപ്പെടുത്തില്ലേ? ചുറ്റുപാടും ചോദിക്കത്തില്ലേ? ചോദിച്ചില്ലെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം അമ്മ വ്യർത്ഥമല്ലേ പ്രിയമക്കളെ? അല്ലേ? ചോദിക്കണ്ടേ? ആ ഒരു ശക്തി ഇന്ന് പരിശുദ്ധാത്മാവ് പകരും. വിശ്വസിക്കുക, വിശ്വസിക്കുക. അപ്പോ ഇവിടെ ഒരു പുരോഹിതൻ വന്ന യുദ്ധത്തിന്, ഞാൻ നിർത്തുകയാണ്, യുദ്ധത്തിന് പുറപ്പെടാൻ ഒരുങ്ങുന്ന വ്യക്തിത്വങ്ങളോട് പറയുന്നത്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ എന്ത് ചെയ്യരുത്? അധൈര്യപ്പെടരുത്. നിന്റെ സഹോദരനെ നീ ബലപ്പെടുത്തണം. അഥവാ നിനക്ക് ബലപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ പോയിക്കോ. അവനെയും കൂടി നീ എന്ത് ചെയ്യരുത്? കഷ്ടത്തിലാക്കരുത്. അവനെയും കൂടി നീ നിരാശപ്പെടുത്തരുത്. അവനെയും കൂടി നീ പേടിപ്പിക്കരുത്. വീട്ടിൽ പോയിക്കോ. ധൈര്യമുള്ളവനെ പരിശുദ്ധ ദൈവം നോക്കുകയാണ് കേട്ടോ പ്രിയമക്കളെ. ഹല്ലേലൂയ.
വാളിന്റെ വായ്ത്തലക്കിൽ നിന്ന് തെറ്റിച്ചും സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിച്ചും ചെങ്കടലിന്റെ നടുവിൽ ആമ മുങ്ങിപ്പോകാതെ നിങ്ങൾ കാത്തും ആമ തീക്കകത്തുകൂടെ നടത്തുകയും വെള്ളത്തിനകത്തൂടെ നടത്തുകയും നിന്നെ പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. നീ ആരെയാണ് ഭയപ്പെടുന്നത്? ഈ ലോകത്തിന്റെ ഏതെങ്കിലും ശക്തികളെയോ? വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദിവസം വരെ കാക്കുവാൻ അവൻ ശക്തനാണ്. ആത്മാവിനെ ഒന്ന് ശക്തിപ്പെടട്ടെ, ധൈര്യത്തോടെ എഴുന്നേൽക്കട്ടെ, പട്ടണത്തിന്റെ മധ്യത്തിൽ സാക്ഷീകരിക്കട്ടെ. ഭയം മാറ്റുന്ന ഒരു പകൽക്കാലമാണ്. പ്രൈസ് ദി ലോർഡ്. ഭയം മാറ്റുന്ന ഒരു പകൽക്കാലമാണ്. ഇവിടെ നിന്ന് ഇനി ഓരോരുത്തരും ഭയപ്പെട്ട് വീട്ടിലേക്ക് പോകരുത്. ധൈര്യത്തോടെ ആമേ സ്തോത്രം. ഹല്ലേലൂയ. ധൈര്യത്തോടെ എന്ന് പറയുമ്പോൾ പട്ടണത്തിലുള്ള ആളുകളൊക്കെ പിടിച്ചിടിക്കാനൊന്നുമല്ല. നമുക്ക് പോരാട്ടമുള്ളത് ആരെ കാണണം? വാഴ്ചകളെ തിരിച്ചറിയണം. എടാ, എന്നെ മുമ്പിലേക്ക് വിടാത്തത് ഈ ശക്തിയാണല്ലോ, എന്നെ മുമ്പിലേക്ക് വിടാത്തത് ഈ നുഖമാണല്ലോ. ആമേശ്വത ഇത് വെച്ചുകൊണ്ട് എത്ര നാൾ ഞാൻ മുന്നോട്ട് പോകും? കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടു, പുഷ്ടി നിമിത്തം മുഖം തകരണം. പുഷ്ടി നിമിത്തം മുഖം തകരണമെന്നേ. ആത്മശക്തിയോടെ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. പരിശുദ്ധ ദൈവം നമ്മളെ ബലപ്പെടുത്തും. വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങാം. ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത് ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ. വീട്ടിലേക്ക് പോയിക്കോ. ധൈര്യമുള്ളതിനെ ദൈവം ഇതിന്റെ അകത്ത് നോക്കുകയാണ്. കേട്ടോ പ്രിയമക്കളെ, അടുത്ത നാളുകളിൽ നീ ഒരു സൗരഭ്യമായി തീരാൻ പോകുക. ശ്രുതി പരത്തും കർത്താവ്. അവൻ ദേശത്തിന്റെ മധ്യത്തിൽ നിന്നെ അറിയാത്ത വ്യക്തിത്വങ്ങളുടെ കാതുകളിലേക്ക് നിന്റെ പേര് സ്വർഗത്തിലെ ദൈവം കൊടുക്കുവാനിടയായി തീരും. എവിടെ നിന്ന് അന്വേഷിച്ചെന്നാലും നിന്നെ കണ്ടെത്തക്ക നിലവാരത്തിൽ ആത്മാവിനൊരു പ്രവൃത്തി നിന്നിലൂടെ പരിശുദ്ധ ദൈവം പുറത്തെടുക്കും. ധൈര്യമുണ്ടാകണം കേട്ടോ. പഠിക്കുന്ന കുട്ടികൾ, കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, നീ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവര്, സ്വന്തം കൂലിപ്പണി, എല്ലാവരും ഞാനൊരു ദൈവ പൈതലാണെന്ന് എന്നോട് കൂടെ ജോലി ചെയ്യുന്ന പഠിക്കുന്ന വ്യക്തിത്വങ്ങൾ അറിയട്ടെ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, അറിയട്ടെ. എന്താ ആരാ എന്താ ചെയ്യാൻ പോകുന്നത്? ചിലപ്പോൾ കൊന്നുകളയും അല്ലേ? ഇതല്ലേ സംഭവിക്കത്തുള്ളൂ. നമ്മൾ സന്തോഷത്തോടെ അപ്പന്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യും? പോകുന്നേ. ഹല്ലേലൂയ. ഇവിടെ വെച്ച് സംഭവിക്കുന്നത് എന്താ? മരണമല്ലേ? അമ്മ മരിച്ചാലും ജീവിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരുത്തനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഇവിടെ വെച്ച് അങ്ങനെയൊന്നും സംഭവിച്ച സന്തോഷത്തോടെ അപ്പന്റെ വീട്ടിലേക്ക് കടന്നു പോകും. അപ്പനുമായിട്ട് ഒരുമിച്ച് അവിടെ ആരാധിച്ച് മുന്നോട്ട് പോകും. ആമേൻ. 10 ദിവസം പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഒറ്റ ദിവസം ധൈര്യത്തോടെ നിൽക്കുന്നതല്ലേ? അല്ല പ്രിയ മക്കളെ, യേശു ധൈര്യത്തോടെ നിന്നവനാണ്. അപ്പോസ്തലന്മാർ ധൈര്യത്തോടെ നിന്നവരാണ്. അവന്റെ പിൻഗാമികളാണ്. ആമേശ്വത അവന്റെ മക്കളാണ്. ആമേ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു കൊള്ളണം. കണ്ണുകളടക്കം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവഴുത്തുകൾക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. ആത്മാവിന്റെ പുതുബലവും ശക്തിയും ഇത് പോരാ കർത്താവേ, ഇത് പോരാ. പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. പാപത്തെ പച്ചവെള്ളം പോലെ പാനം ചെയ്യുന്നവരുടെ സംഖ്യ വർദ്ധിക്കുമ്പോൾ ഈ ഒരു കൃപ പോരാ കർത്താവേ, ഈ ഒരു അഭിഷേകം പോരാ കർത്താവേ. പട്ടണത്തിന് നെടുകയും കുറുകയും ഓടുവാൻ, പരസ്യമായിട്ട് യേശുവിനെ സാക്ഷീകരിക്കുവാൻ, ഒരു ആത്മപൂർണനായി തീരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ ഞങ്ങൾ ചോദിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ഒരു സഭക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് അവിടെ തീരുന്നവരായിരുന്നില്ല. പട്ടണം, രാജ്യങ്ങൾ, ലോകത്തിന്റെ പല മേഖലകളും അവർ കാൽക്കീഴിലാക്കി. കാരണം അവരെ നടത്തിയ ഒരു നടത്തിപ്പുകാരനുണ്ടായിരുന്നു. അവന്റെ പേര് പരിശുദ്ധാത്മാവെന്ന, അവന്റെ പേര് ധൈര്യത്തിന്റെ ആത്മാവെന്ന, അവന്റെ പേര് ധീരത്വത്തിന്റെ ആത്മാവല്ലെന്ന, അവൻ ശക്തിയുടെ, അവൻ സുബോധത്തിന്റെ, അവൻ ധൈര്യത്തിന്റെ ഒരു ആത്മാവെന്ന ആത്മാവിനെ പ്രാപിച്ച് ഉത്തമ സാക്ഷികളായി തീരുവാൻ കർത്താവേ അങ്ങയുടെ ജനത്തെ ബലപ്പെടുത്തണം. ഏതെങ്കിലും വിധത്തിൽ ഒരു സൈഡിൽ ഒരു ഭയം തട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ഭയത്തെ ഞാൻ ശാസിച്ച് അതിനെ ജയം കൽപ്പിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തുന്നതായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.